ITBPയുടെ കോൺസ്റ്റബിൾ പൈനീർ നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് അപേക്ഷിക്കേണ്ട അവസാന തീയതി ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇനിയും അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുത്ത് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് നോക്കാം. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലേക്ക് നമ്മുടെ ITBPയിലേക്കായിരുന്നു മുൻപ് ഒരു റിക്രൂട്ട്മെന്റ് ഓൺലൈനായിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ കീഴിൽ വരുന്നതാണ്. നമ്മുടെ പാരാമിലിറ്ററി ഫോഴ്സിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ഫോഴ്സ് കൂടിയാണിത്. കോൺസ്റ്റബിൾ പൈനീർ നോട്ടിഫിക്കേഷൻ 2024 വന്ന കാര്യം നമ്മൾ മുൻപേ അപ്ഡേറ്റ് ചെയ്തതാണ്. അപേക്ഷ തുടങ്ങിയിട്ടുള്ളത് 12 ഓഗസ്റ്റ് 2024 അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 10 സെപ്റ്റംബർ 2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. സോ അവസാന തീയതി ഏകദേശം ആയിട്ടുണ്ട്. ഇനിയും അപേക്ഷിക്കാൻ ബാക്കിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ട് മനസ്സിലാക്കി നമ്മൾ പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. യോഗ്യത ഉള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കേണ്ട. കോൺസ്റ്റബിൾ കാർപ്പൻറ്റർ പോസ്റ്റ് വന്നിട്ടുണ്ട്. ട്രേഡ് പോസ്റ്റുകളാണ് എല്ലാം പറയുന്നത്. അപ്പോൾ അതിന് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാൻ പറ്റും. അതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോട്ടൽ വേക്കൻസി 71 ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കാറ്റഗറി വൈസിലുള്ള വേക്കൻസി നോക്കാം. നോട്ടിഫിക്കേഷൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കോൺസ്റ്റബിൾ പ്ലംബർ പോസ്റ്റ് വന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കോൺസ്റ്റബിൾ പ്ലംബറിൽ മെയിൽ ആൻഡ് ഫീമെയിൽസിന് വേക്കൻസി ഉണ്ട്. പിന്നെ കോൺസ്റ്റബിൾ മോസൺ മെയിൽ ആൻഡ് ഫീമെയിൽ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇലക്ട്രീഷ്യൻ പോസ്റ്റ് വന്നത് കാണാൻ സാധിക്കും. മെയിൽ ആൻഡ് ഫീമെയിൽസിന് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടോട്ടൽ 15 വേക്കൻസിയാണ് അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഇതിനെ അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുമ്പോൾ കയ്യിൽ ലഭിക്കുന്ന ശമ്പളമായിട്ട് പറഞ്ഞിട്ടുള്ളത് ബേസിക് പേ ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 21,700 പക്ഷേ മറ്റുള്ള അലവൻസ് ഒക്കെ കൂടുമ്പോൾ ഈ ഒരു എമൗണ്ടിൽ നിൽക്കില്ല എന്നും കൂടി ശ്രദ്ധിക്കുക. പിന്നെ 69,100 വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു പോസ്റ്റാണിത്. പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 18 to 23 പ്രായത്തിൽ റിലാക്സേഷൻ ഉണ്ട്. നോട്ടിഫിക്കേഷൻ്റെ ആ ഭാഗം എത്തുമ്പോൾ നമുക്ക് റിലാക്സേഷൻ ചർച്ച ചെയ്യാം. അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത 10ാം ക്ലാസ് വേണം. പിന്നെ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു ഫീൽഡിൽ ITI സർട്ടിഫിക്കറ്റ് വേണം. കാർപ്പൻറ്റർ, പ്ലംബർ, മാസൺ, ഇലക്ട്രീഷ്യൻ ഇതിൽ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് ട്രേഡ് സർട്ടിഫിക്കറ്റ് ITI സർട്ടിഫിക്കറ്റും 10ാം ക്ലാസ്സും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമെന്ന് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ഏജിൻ്റെ കാര്യം പറഞ്ഞു. ഏജിൽ റിലാക്സേഷൻ SC STക്ക് 5 വർഷം നൽകുന്നുണ്ട്. OBCക്ക് നോൺ ക്രിമിനൽ വിഭാഗത്തിന് 3 വർഷവും പ്രായത്തിൽ ഇളവ് നൽകുന്നുണ്ട് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. സോ ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതിന് അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അതായത് ST ഉദ്യോഗാർത്ഥികൾ അപേക്ഷിക്കുമ്പോൾ 162.5 സെൻറ്റിമീറ്റർ ആണ് ഉയരം പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ വനിതകൾ ST വിഭാഗത്തിന് അപേക്ഷിക്കുമ്പോൾ 150 ഉയരം പറഞ്ഞിട്ടുള്ളത്. പുരുഷന്മാർക്ക് 76 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 81 എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം. ബാക്കിയുള്ള എല്ലാ നോർമൽ കാറ്റഗറിക്കും 70 സെൻറ്റിമീറ്റർ 170 സെൻറ്റിമീറ്റർ ഹൈറ്റ് വേണം. 157 സെൻറ്റിമീറ്റർ വനിതകൾക്ക് ഹൈറ്റ് വേണം. 80 സെൻറ്റിമീറ്റർ ചെസ്റ്റ് വേണം. 85 സാധിച്ചിരിക്കണം. എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണം ചെസ്റ്റ് എന്നും കൂടി പറയുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ് ഒക്കെ നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾ ഓൺലൈനായിട്ടാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഈ നോട്ടിഫിക്കേഷൻ്റെ കൂടെ തന്നെ അപ്ലൈ ചെയ്യാനുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപേക്ഷിക്കുമ്പോൾ 100 രൂപ അപേക്ഷാ ഫീസ് ഉണ്ട്. ജനറൽ OBC EWS വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാരാണ് അപേക്ഷാ ഫീസ് അടക്കേണ്ടത് എന്ന് ശ്രദ്ധിച്ചിരിക്കുക. SC ST അതുപോലെ തന്നെ ഫീമെയിൽ വിഭാഗത്തിൽപ്പെടുന്ന ആരും തന്നെ അപേക്ഷാ ഫീസ് അടക്കേണ്ട എന്ന് ശ്രദ്ധിച്ചിരിക്കുക. വനിതകളും അതുപോലെ SC ST വിഭാഗത്തിൽപ്പെടുന്നവരും ഫീസ് അടക്കേണ്ട ആവശ്യമില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് നമ്മൾ പറഞ്ഞു 10/9/2024 അതിന് മുൻപായിട്ട് അപേക്ഷ സമർപ്പിക്കുക. ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിലേക്ക് കടക്കുകയാണെങ്കിൽ ആദ്യ ഘട്ടം നിങ്ങൾക്ക് വരുന്നത് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും. ഫിസിക്കൽ ടെസ്റ്റിൽ 1600 മീറ്റർ ഓട്ടം 7.5 മിനിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം. അതുപോലെ തന്നെ 11 ഫീറ്റിൻ്റെ ലോങ് ജമ്പ് ഉണ്ട്. 3 ചാൻസ് കിട്ടും. അത് കംപ്ലീറ്റ് ചെയ്യണം. ഇതിനൊക്കെ 3 ചാൻസ് ആണ് പറയുന്നത്. അപ്പോൾ 3.5 ഫീറ്റിൻ്റെ ഒരു ഹൈ ജമ്പും പറയുന്നുണ്ട്. 3 ചാൻസ് ഉണ്ട്. ഇനി ഫീമെയിൽസിൻ്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ 800 മീറ്റർ റേസ് 4.45 മിനിറ്റ്സിൽ കംപ്ലീറ്റ് ചെയ്യണം. 9 ഫീറ്റിൻ്റെ ലോങ് ജമ്പ് ഉണ്ട്. അതുപോലെ തന്നെ 3 ഫീറ്റിൻ്റെ ഹൈ ജമ്പ് ഉണ്ട്. ഇതിന് രണ്ടിനും 3 ചാൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒന്നിൽ കംപ്ലീറ്റ് ചെയ്താൽ മതി. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് വരും. ഹൈറ്റും അതുപോലെ തന്നെ ചെസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ഭാഗമാണ്. എന്നിട്ടൊരു മെറിറ്റ് ലിസ്റ്റ് ഇടും. അതിനുശേഷം റിട്ടൺ എക്സാമിനേഷന് വേണ്ടി വിളിക്കുകയാണ് ചെയ്യുന്നത്. റിട്ടൺ എക്സാമിനേഷൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ 11ാമത്തെ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ദെൻ ആ ഒരു എക്സാം പാസ്സാവുന്നവർക്ക് ട്രേഡ് ടെസ്റ്റ് ഉണ്ടാകുന്നതായിരിക്കും. ട്രേഡ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് 12ാമത്തെ പേജിലും കൊടുത്തിട്ടുണ്ട്. ഓരോ പോസ്റ്റിനുള്ള സെപ്പറേറ്റ് ട്രേഡ് ടെസ്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കയറി വായിച്ച് നോക്കാവുന്നതാണ്.
ഇവിടെ തന്നെ കൊടുത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഓരോരോ ട്രേഡിൽ എന്തൊക്കെയാണ് അവിടെ നിങ്ങൾ ട്രേഡ് ടെസ്റ്റ് ആയിട്ട് കാണിച്ചു കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ പ്ലംബർ ആണെങ്കിൽ നോളജ് ഓഫ് ഇൻസ്റ്റാളിങ് സാനിറ്ററി ഫിറ്റിംഗ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, ആ ഫിറ്റിംഗ്സും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ടെസ്റ്റ് ചെയ്ത് നോക്കും, അതിന് നിങ്ങൾക്ക് മാർക്കും തരും. അപ്പോൾ അതാണ് ട്രേഡ് ടെസ്റ്റിൽ പ്രധാനമായിട്ടും വരുന്നത്. ട്രേഡ് ടെസ്റ്റും കഴിഞ്ഞിട്ട് ഒരു മെറിറ്റ് ലിസ്റ്റ് ഇട്ടിട്ട് അവിടുന്ന് നിങ്ങളെ വിളിക്കുന്നത് ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ ടെസ്റ്റിനായിരിക്കും എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു എൻറ്റയർ സെലക്ഷൻ പ്രോസസ് ആയിട്ട് ചുരുക്കി പറയാനുള്ളത്. സോ അപേക്ഷിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അതുപോലെ തന്നെ പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഈ ഒരു കാര്യം ഷെയർ ചെയ്യാനും, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഇതുപോലുള്ള അപ്ഡേറ്റുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ ഓളിൽ എനേബിൾ ചെയ്തിടുക.